നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെയും പ്രതിപക്ഷ പ്രതിഷേധത്തെയും നേരിടാൻ അസാധാരണ നടപടികളുമായി കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പ്രത്യേക നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസാധാരണമായ ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഇത് സംബന്ധിച്ച ബില്ലിന് ഇന്ന് തന്നെ മന്ത്രിസഭ അന്തിമ രൂപം നൽകും. फ्रेंड्स, मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विध कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. तत्काल परीक्षाएं लेना बहुत जरूरी था. सरकार ने अभी पूरी शक्ति का उपयोग करके कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाएं, इसका प्रबंध किया. और अभी 5-6 दिन पहले 19 तारीख को रिजल्ट भी आ गया और देश भर में उत्तीर्ण हो गए विद्यार्थियों की खुशियों की खबरें भी आ रही है. അതിനിടെ സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചു. 26 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരം ഇന്ന് പുലർച്ചെയാണ് സോനം വാങ്ചുക് അവസാനിപ്പിച്ചത്. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ വെച്ച് കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയുടെയും ജിതേന്ദ്ര സിംഗിന്റെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ചത്. വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചതിനെ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ് സ്വാഗതം ചെയ്തു. സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചത് ആശ്വാസം പകർന്ന കാര്യമാണെന്നും അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്നും അഭിജിത്ത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരുമെന്ന് അഭിജിത്ത് വ്യക്തമാക്കി. सर ने अपना हंगर स्ट्राइक तोड़ दिया है, तो इससे हमें बहुत ही खुशी और राहत मिली है, क्योंकि सोनम सर की जो लाइफ है वो इस देश के लिए बहुत ज्यादा कीमती है. कॉकरोच जनता पार्टी का जो प्रोटेस्ट है जंतर मंतर पर, वो वैसे ही चलता रहेगा जब तक धर्मेंद्र प्रधान इस्तीफा नहीं देते. सोनम सर का जो सैक्रिफाइस रहा है 26 दिनों का, उसे हम वेस्ट नहीं जाने देंगे. जो दिल्ली पुलिस ने ब्रूटैलिटी करी है स्टूडेंट्स के अगेंस्ट, उन स्टूडेंट्स की जो सैक्रिफाइस थी उन्हें हम वेस्ट नहीं जाने देंगे. तो हमारा प्रोटेस्ट तब तक चलता रहेगा जब तक धर्मेंद्र प्रधान रिजाइन नहीं करते. थैंक यू. വിശദാംശങ്ങളുമായി ബി ബാലഗോപാൽ ദില്ലിയിൽ നിന്നും ചേർന്നുണ്ട് നമുക്കിപ്പം. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പറയുന്നത്. ഒരു അസാധാരണമായ നടപടിയായാണ് നമുക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് എതിരായി ബില്ല് കൊണ്ടുവരാൻ, നിയമം കൊണ്ടുവരാൻ കഴിയുക? മറ്റൊന്ന്, സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും? മോദി തികച്ചും അസാധാരണമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല, എങ്കിൽ കൂടിയും അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രിസഭയുടെ യോഗം ചേരുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലാണ് ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള കർശന നിർദ്ദേശങ്ങൾ അടങ്ങുന്ന അല്ലെങ്കിൽ നിബന്ധനകൾ അടങ്ങുന്ന ബില്ല് പാസ്സാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബില്ലിൻ്റെ കരടിന് ഇതിനോടകം തന്നെ രൂപമായിട്ടുണ്ട്. ഇതിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ് ഈ ബില്ലിലുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നതായിരിക്കും. തുടർന്ന് ഈ ബില്ലിന് അംഗീകാരം നൽകുന്നതായിരിക്കും. ഇതിനുശേഷം അടുത്ത ആഴ്ച ആദ്യം തന്നെ, അതായത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തന്നെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുവാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ ബഹളം അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ നീക്കം കൊണ്ടൊന്നും ഈ സമരം അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നതാണ് ഈ പ്രധാനമന്ത്രിയുടെ ഇന്നലെ രാത്രി മോദി പറഞ്ഞതുപോലെ ആ വീഡിയോ സന്ദേശം പുറത്തു വന്നതിന് ശേഷം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഇത്തരം പാഴായ വാഗ്ദാനങ്ങളോ പൊള്ളയായ വാഗ്ദാനങ്ങളോ അല്ല വേണ്ടത്, മറിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് ആവശ്യമെന്നും വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നുമാണ് രാഹുൽ ഗാന്ധി പിന്നീട് ഈ പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നതിന് ശേഷം ഈ എക്സിൽ കുറിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പാർലമെന്റിന്റെ 2 സഭകളിലും ഇന്നും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം 26 ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് ഇന്ന് പുലർച്ചെ അവസാനിച്ചിരിക്കുന്നത്. ഈ നിരാഹാര സമരം അവസാനിക്കുന്ന സമയത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും അതുപോലെ തന്നെ മന്ത്രി ജിതേന്ദ്ര സിംഗും ഈ മേദാന്ത ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഈ അവരുമായി ദീർഘനേരം സോനം വാങ്ചുക്
വാങ്ചുക്ക് ചർച്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ്, അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ നടന്നിരുന്നു. ഒന്ന്, കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയെ സർക്കാർ നീക്കിയിരുന്നു. അദ്ദേഹത്തെ പഞ്ചായത്ത് രാജ് വകുപ്പിലേക്ക് മാറ്റുകയും പുതിയ 2 വിദ്യാഭ്യാസ സെക്രട്ടറിയും അതുപോലെ തന്നെ സ്കൂൾ സെക്രട്ടറി സ്ഥാനത്തേക്കും മുതിർന്ന 2 IAS ഉദ്യോഗസ്ഥരെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു നിയമനിർമ്മാണം സർക്കാർ കൊണ്ടുവരും, അത് പാർലമെന്റിൽ അടുത്ത ആഴ്ച തന്നെ അവതരിപ്പിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അവസാനിച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ നിലവിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരം അവസാനിപ്പിക്കില്ല എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് ആവശ്യം, ആ രാജി വരെ സമാധാനപൂർണമായ സമരം തുടരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബാലഗോപാൽ, ഈ ജന്തർ മന്ദറിലെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഈ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ CRPF അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. മറ്റൊന്ന്, ഭക്ഷണവുമായി വന്നവരെ പോലീസ് തടയുകയും കസ്റ്റഡിയിലെടുക്കുകയും മറ്റും ചെയ്തു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ആദ്യത്തെ വിഷയം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. കാരണം ഈ വിദ്യാർത്ഥി സമരത്തെ നേരിടുന്നതിന് കേന്ദ്ര സേനാ വിഭാഗങ്ങൾ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 20-ാം തീയതി ഡൽഹിയിൽ ജന്തർ മന്ദറിലും അതുപോലെ തന്നെ പാർലമെന്റിന് സമീപത്തുമൊക്കെ ഉണ്ടായ വിദ്യാർത്ഥി പ്രതിഷേധത്തെ നേരിടുവാൻ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചിരുന്നു എന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു. കാരണം ഈ അന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്ന ചിലർ ചികിത്സ തേടിയപ്പോൾ, ഡൽഹിയിലെ രാമനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ അവർക്ക് ഈ പെല്ലറ്റ് ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റുകൾ ഏറ്റ് ഉള്ള മുറിവുകൾ ഉണ്ടെന്ന വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ ആയിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷെ ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഡൽഹി പോലീസ് തങ്ങൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. അതിൽ പറഞ്ഞിരുന്നത് ഇത്തരം വ്യാജ പ്രചാരണങ്ങളാണ്, ഇതൊരു വ്യാജ പ്രചാരണമാണ്, ഇതങ്ങനെ പ്രചരിപ്പിക്കുകയൊന്നും ചെയ്യരുതെന്നായിരുന്നു ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ ഡൽഹി പോലീസിനോടൊപ്പം അന്ന് വിദ്യാർത്ഥി സമരം നേരിടാനുണ്ടായിരുന്ന ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അവർ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചോ എന്ന സംശയം ഇപ്പോൾ വരുന്നത്. കാരണം ഈ RML ചികിത്സ തേടിയിരുന്ന 3 പേരുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അവർ ഈ പെല്ലറ്റ് ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റുകൾ അല്ലെങ്കിൽ ബുള്ളറ്റുകളെ തുടർന്നുണ്ടായ മുറിവുകൾക്ക് ചികിത്സ തേടിയിരുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് CRPF ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കാരണം CRPFന്റെ ഒരു വിങ് ആണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. അവരുടെ കയ്യിൽ പെല്ലറ്റ് ഗൺ ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം ഇപ്പോൾ പരിശോധിക്കുന്നത്. സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് ഈ പെല്ലറ്റ് ഗൺ ഒരു കാരണവശാലും വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിക്കരുത് എന്നതാണ്. അങ്ങനെ ഒരു നിർദ്ദേശം നിലനിൽക്കുന്നതിനിടെ ഈ പെല്ലറ്റ് ഗൺ ഈ CRPF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉപയോഗിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ CRPFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യം മോത്തി പറഞ്ഞത്, രണ്ടാമത്തെ വിഷയം, ഈ ഭക്ഷണം കൊണ്ടുവന്നവരെ, ജന്തർ മന്ദറിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന ഇന്നലെ CJP ആണ് ആരോപണം ഉന്നയിച്ചത്. 3 പേരെ ഡൽഹിയിലെ നിസാമുദ്ദീനിൽ വെച്ച് അവർ ഈ ജന്തർ മന്ദറിലേക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന 3 പേരെ അവരെ കസ്റ്റഡിയിലെടുത്തു എന്നായിരുന്നു CJP പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഡൽഹി പോലീസ് പുലർച്ചെ എക്സിൽ കുറിച്ചിരിക്കുന്ന വാർത്താക്കുറിപ്പ് അനുസരിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ പതിവ് പരിശോധന, ഡൽഹിയിൽ ഇപ്പോൾ വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത്. ഞാനൊക്കെ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ തന്നെ, ഈ ജോലിക്ക് വരുമ്പോൾ തന്നെ നിരവധി പരിശോധനകൾ, പോലീസ് ബാരിക്കേഡിൽ പരിശോധന, നമ്മൾ ഐഡന്റിറ്റി ഒക്കെ ചോദിച്ചിട്ടൊക്കെയാണ് അവർ കടത്തിവിടുന്നത്. അങ്ങനെ നിരവധി പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള പരിശോധനയുടെ ഭാഗമായി ഒരു ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി പരിശോധിച്ചിരുന്നു. അവർ ഈ ഭക്ഷണം കൊണ്ടുവന്നിരുന്നവരാണ് എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അവരുടെ ഐഡന്റിറ്റി ഒക്കെ മനസ്സിലായതിനു ശേഷം അവർ വിട്ടയച്ചു എന്ന് ഡൽഹി പോലീസ് പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, നിജസ്ഥിതി എന്നതിനെ വിശ്വസിക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം, ലോകമെമ്പാട് നിന്നുമുള്ള ജനങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്ത് അങ്ങോട്ടേക്ക് ഈ ഫുഡ് ഡെലിവറി ആപ്പുകൾ വഴിയൊക്കെ എത്തിക്കുന്നു. ഒരുപാട് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അതിലധികവും അവിടെ എത്തുന്നത് നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഭക്ഷണം അവിടെ എത്തില്ലായിരുന്നു, അല്ലേ? മോത്തെ, അത് രണ്ടായി നമ്മൾ കാണേണ്ടതാണ്. ഒന്ന്, ഈ ഡൽഹിക്ക്, അതായത് ഈ സമരം നടക്കുന്നത് ജന്തർ മന്ദറിലാണ്. ജന്തർ മന്ദറിന് സമീപത്തുള്ള ഈ പല വ്യാപാര സ്ഥാപനങ്ങളിലും, അതായത് ഈ ഫുഡ് ഔട്ട്ലെറ്റുകളിലൊക്കെയാണ് ലോകത്ത് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ ഫുഡ് ഈ ജന്തർ മന്ദറിലേക്ക് അയക്കുന്നതിന് ഈ ഓൺലൈൻ ഓർഡർ മറ്റും നൽകുന്നത്. ഇവിടെ പക്ഷേ അല്പം വ്യത്യാസമുണ്ട്. കാരണം ഈ വേദിയിലിരിക്കുന്ന പലർക്കും ഈ ഭക്ഷണം കൊണ്ടുവരുന്നത്
ചെയ്യുന്നതിന് ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 വ്യക്തികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ ഭക്ഷണം കൊണ്ടുവരുന്നത് നിസാമുദ്ദീനിൽ നിന്നാണ്. നിസാമുദ്ദീൻ എന്ന് പറയുമ്പോൾ ഈ ജന്തർ മന്ദറിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ ഭക്ഷണം പാകം ചെയ്താണ് ഈ കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ വേദിയിലുള്ളവർക്ക്, സമരത്തിന്റെ പ്രവർത്തകർക്കും, മുന്നണി പ്രവർത്തകർക്കും ഒക്കെ ഉള്ള ഭക്ഷണം കൊണ്ടുവരുന്നവരെയാണ് ഈ തടഞ്ഞതെന്നാണ് ഇന്നലെ സി ജെ പിയുടെ പലരും ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞിരുന്നത്. കാരണം ഈ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ ഈ ഓൺലൈൻ ഡെലിവറി ആപ്പ് വഴിയൊക്കെ വരുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം അവർക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചിലരെ ഏർപ്പെടുത്തിയത്. അതിൽ 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് CJP പറഞ്ഞിരുന്നത്. മോത്തി. ശരി, ബി ബാലഗോപാലാണ് വളരെ വിശദമായി കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ജന്തർ മന്ദറിൽ എന്താണ് നടക്കുന്നത്, അവിടെ ഈ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പരിക്കുകൾ ഇതിനോട് സമാനമാണ് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു അന്വേഷണം CRPF നടത്തും എന്ന് തന്നെയാണ് പറയുന്നത്.